രൂപം മാറും, ഒരു വേറൊരു ജനസാഗരമായി മാറുന്നുണ്ട്. ആലപ്പുഴക്കാർക്ക് ഒരു ഗംഭീര ഓണസമ്മാനമാണ് നൽകിയതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എൽദോയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ് ആണ്. കാരണം എൽദോ വന്ന ആദ്യത്തെ, നേരിട്ട് കാണുന്ന ആദ്യത്തെ നെഹ്റു ട്രോഫി, എന്താ പറയാ, അതിന്റെ എല്ലാ മനോഹാരിതയും, അതിന്റെ എല്ലാ വാശിയും, അതിന്റെ എല്ലാ അപ്രവചനീയതയും എല്ലാം കൂടി ബെസ്റ്റ് ട്രീറ്റ് യു കൻ എവർ ഹാവ്. ഉറപ്പായിട്ടും അത്രമാത്രം നോക്ക. നെഹ്റു പവലിൽ നോക്ക്, അവരുടെ ആഘോഷമാണ്. എത്ര അവർ ആഘോഷിക്കട്ടെ, അവരിന്ന് മതി പറഞ്ഞ് ആഘോഷിക്കട്ടെ. കണ്ണീര് മാത്രമല്ലെന്നേ, അതല്ല എൽദോ, അവരവിടെ പോയി കപ്പ് മേടിക്കാൻ നിന്നു. അവിടെ കപ്പ് മേടിക്കാൻ അവര് ജയിച്ചെന്ന് എല്ലാരും പറഞ്ഞു. അവരവിടെ കപ്പ് മേടിക്കാൻ തരും. 1 മൈക്രോ സെക്കൻഡിനാണ് അവർ തോറ്റു പോകുന്നത്. അതുവരെ നെഹ്റു ട്രോഫിയുടെ കണക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അവിടെ കഴിഞ്ഞ വർഷം മാത്രമാണ് ഈ 4 മൈക്രോ സെക്കൻഡ് എന്നുള്ള ഒരു കണക്ക് പോലും വരുന്നത്. മൈക്രോ സെക്കൻഡ് ജയപരാജയത്തിൽ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേർ ആക്ഷേപം ഉയർത്തി. ഇത് ശരിയല്ല, കാരണം ഒരുപോലെ ഫിനിഷ് ചെയ്തു. എങ്ങനെ ഓരോ കരയുടെയും സ്വപ്നമാണ്. അതെ, അവർ നെഞ്ചോട് ചേർക്കുന്നു. ഒരു ജീവിതത്തിൽ ആ തുഴച്ചിൽക്കാരുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നം ആ വെള്ളിക്കപ്പിൽ ഒരു മുത്തമിടുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് അവർ ഇത്രയും പ്രയത്നിക്കുന്നത്. ഒരു കൊല്ലം കാത്തിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് അത് 1 കൊല്ലത്തെ കാത്തിരിപ്പല്ല, 2 കൊല്ലത്തെ കാത്തിരിപ്പാണ്. അവർ കരുതിയത് കഴിഞ്ഞ കൊല്ലം ആ കപ്പ് അവർക്കാണെന്നാണ്. അങ്ങനെ നിർഭാഗ്യത്തിന് നേരെ ഒരു കണിക കൊണ്ടുപോയ ആ കപ്പ് ഇതാ കൈനകരിക്കാർ കൊണ്ടുപോകുന്നു അങ്ങ് വിയപുരത്തേക്ക്. വിയപുരം ചുണ്ടനിൽ അങ്ങ് കൈനകരിയിലേക്ക്, കുമരകം എന്നാ പറയുന്നത്, കൈനകരിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോ ഇത് നെഹ്റു ട്രോഫി കാണുകയാണെങ്കിൽ ഇങ്ങനെ കാണണം. അതായത് നെഹ്റു ട്രോഫി എപ്പോഴും എനിക്ക് തോന്നുന്നു പൊന്നമടക്കായലിന് പ്രത്യേക ഒരു ഊർജ്ജമുണ്ട്. ഈ ഓളത്തിന് ഈ ഇവിടത്തെ ഓളപ്പരപ്പുണ്ടല്ലോ, ഈ ഓളപ്പരപ്പ് എപ്പോഴും ഒളിപ്പിച്ചു വെക്കുന്നത് കുറെ കൗതുകവും, കുറെ ആവേശവും, കുറെ സസ്പെൻസ്, സർപ്രൈസ് എല്ലാം ഉണ്ട്. എല്ലാം ചേർത്ത് വെച്ചൊരു എന്താ സർപ്രൈസ് പാക്കേജ് ആണ് കേട്ടോ പുന്നാട. ഉറപ്പായും താഴെ വീഴരുത്, ഞങ്ങൾക്കൊരു സർപ്രൈസ് പാക്കേജ് തരരുത്. എൽദോയെ സംബന്ധിച്ച് എൽദോ പല സ്പോട്ടും നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്യും, അതിന്റെ ഒക്കെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വള്ളങ്ങളിൽ ആദ്യമായിട്ടാണ്. അപ്പൊ ഞങ്ങളുടെ സന്തോഷം അതല്ലേ ശരണ്യം, ആ കോമ്പിനേഷൻ കഥ നിങ്ങൾക്ക് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് വേണ്ട കഥ മുഴുവൻ നിങ്ങൾ ഒക്കെ കിട്ടിക്കാണും. അവർ രണ്ടുപേരും കൂടി, അതൊരു 2 ജനറേഷൻ കൂടിയാണ്, 2 തലമുറയിലുള്ള ആളുകൾ. പക്ഷേ എൽദോയെ നിങ്ങൾ പ്രേക്ഷകർ നേരത്തെ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് ഫുട്ബോൾ മത്സരങ്ങൾ, മികച്ച ഫുട്ബോൾ മത്സരങ്ങൾ വേൾഡ് കപ്പിൽ അടക്കം കമന്റേറ്ററായി പോയിട്ടുള്ള ആളാണ് എൽദോ. പക്ഷേ നെഹ്റു ട്രോഫി എൽദോയുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. വരുന്നതിന് മുമ്പ് എങ്ങനെയെന്നൊക്കെ, പക്ഷെ എൽദോ സംസാരിച്ചു തുടങ്ങിയപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ചില സമയത്ത് എൽദോ പ്രൊഫഷണൽസിലെ വെല്ലുന്ന തരത്തിൽ, അതായത് വള്ളങ്ങൾക്ക് ഒരു കമന്ററി സ്റ്റൈൽ ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോ വേൾഡ് കപ്പില് ഫുട്ബോളിൽ കമന്ററി ചെയ്യുന്നത് വ്യത്യാസമാണ്, അത് വേറൊരു തരത്തിലാണ്. പക്ഷെ ഇതിനൊരു താളം വേണം, ഇതിന് താളം, വള്ളങ്ങളുടെ താളം വേണം. ഇപ്പം പായിപ്പാട വാട എന്ന് പറയണമെങ്കിൽ അത് വള്ളങ്ങൾ ആ ഒരു എലമെന്റിലേക്ക് വരാൻ പറ്റുമെന്നുള്ള ആശങ്ക എനിക്കുണ്ടായിരുന്നു. കൊഞ്ചും കേറി വാടാ മക്കളെ, എല്ലാവരും നിന്നെ കാത്തിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവരോട് വർത്തമാനം പറയാം. അങ്ങനെ ഒരു ശൈലിയുണ്ട്. അപ്പൊ നമുക്കിത് ക്ലീശയാണ്. ഒരുപക്ഷെ അങ്ങനെയല്ല, ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വേറൊരു ഗെയിമിലും ഇല്ല. വള്ളംകളി പ്രേമികളെ സംബന്ധിച്ച് ആ കമന്ററി അതിന്റെ ഒരു ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ്. ആ കമന്ററിയും കൂടെ കേട്ടാലാണ് വള്ളംകളി തൃപ്തിയാവുള്ളൂ. പണ്ട് ലൂക്കും ഗ്രിഗറിയും എന്നൊക്കെ പറയുന്ന അതികായന്മാർക്കായി നാഗവല്ലി RS കുറുപ്പും ഒക്കെ എന്താ അവരൊക്കെ നിറഞ്ഞു നിന്നൊരു മേഖലയാണ് ഈ വള്ളംകളി കമന്ററി. അവിടെ ഞങ്ങളെ പോലുള്ളവരൊക്കെ പുതുതലമുറക്കാരാണ്. ഞങ്ങളുടെ ഹൃദയത്തിലെ സ്നേഹമാണ് ആ വള്ളംകളിയോട് പ്രകടിപ്പിക്കുന്നത്. അപ്പൊ അതിൽ വീഴ്ചയൊക്കെ ഉണ്ടാവും സ്വാഭാവികമായും. വള്ളംകളി പ്രേമികൾ ഞങ്ങൾക്ക് ക്ഷമിച്ചു തരുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പക്ഷെ ഇതാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. അതാ ഹരി നമുക്ക് നോക്കാം. ഇതാ VBCയിലെ ചുണക്കുട്ടികളെ ചിലർ നമ്മോടൊപ്പം ഉണ്ട്. അതെ സൂപ്പർ സ്റ്റാർ പേര് പൊന്നാനി പൊളിച്ച് മലപ്പുറം ജില്ലയ്ക്ക് ആദ്യമായിട്ടാണ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കപ്പെടുത്തിട്ട് തരാതെ പോയ ഈ നെട്ടായത്തി അതേ ടീമിനെ ഞങ്ങൾ അതേപോലെ തന്നെ ഇഞ്ചോട് ഇന്ന് നേടി.
BBC ഒന്ന് കാണിച്ചേ, നെഞ്ചു വെച്ച് കാണിച്ചേ. BBC. ഏതാണ് പൊസിഷൻ? ഞാൻ ഇത് ഞങ്ങളുടെ പൊന്നാനിലെ ചുണക്കുട്ടിയാണ്. എന്തായാലും നിങ്ങളുടെ വിജയം ഏറ്റവും അർഹതപ്പെട്ട വിജയാരുടെ കുത്തകല്ലോ, മാറി മാറി കഷ്ടപ്പെടുന്ന എത്ര കഷ്ടപ്പെടുന്നോ അവര് ജയിക്കട്ടെ, അത്രേ ഉള്ളൂ. ഹാപ്പി അല്ലേ? അപ്പൊ ആർപ്പായിട്ടാലോ? BBCക്ക് കണ്ട പൊന്നാനിന്ന് മറന്നു വന്നിട്ട് BBC-ക്ക് വേണ്ടി സെറ്റാക്കി വിളിച്ച് പൊന്നാനിക്കാര് വന്നത് വെറുതെ ആയില്ല, കപ്പം കൊണ്ട് പോവാണ്. അപ്പൊ എന്താണല്ലേ ഇവിടുത്തെ കാഴ്ച തീരുന്നില്ല എന്ന് തോന്നുന്നു. അതെ, ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ, എന്നാ പിടിച്ചോ. അപ്പോ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് അങ്ങനെ സമാപനമാവുകയാണ്. നെഹ്റു ട്രോഫിയുടെ മുഴുവൻ വീറും വാശിയും ആവേശവും അതേപടി ഒരിഞ്ച് ചോരാതെ കിട്ടിയ ഒരു ഫൈനൽ മത്സരമായിരുന്നു ഇന്ന് നടന്നത്. ഫൈനൽ മാത്രമല്ല, ഹീറ്റ്സില് എന്തുവായിരുന്നു ലൂസേഴ്സ് ഫൈനൽ അതേപോലെ തേർഡ് ഹീറ്റ്സ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് അത് മുറുകയും താഴ്ന്നും ഒരു വള്ളംകളിപ്പാട്ട് പോലെ വഞ്ചിപ്പാട്ട് പോലെ മുറുകയും അയഞ്ഞും ഒക്കെ പോവുമായിരുന്നു. എന്തായാലും ഫൈനൽ എന്ന് പറയുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ആയെന്ന കാര്യത്തിൽ സംശയമില്ല. 4 വള്ളങ്ങളും വന്ന വരവ് കാണണമായിരുന്നു. ഇവിടെ ഈ അവസാന 100 മീറ്ററിൽ എത്തുന്നത് വരെ ആരാണ് മുന്നിൽ ആരാണ് പിന്നിൽ എന്ന് മനസ്സിലാവുക പോലും ചെയ്യാത്ത തരത്തിൽ അത്ര ഗംഭീരമായാണ് 4 ക്ലബുകളും തുഴഞ്ഞത്. ഹീറ്റ്സിൽ തന്നെ അവർ കുറിച്ച സമയം വളരെ ശ്രദ്ധേയമാണ്. ഏറ്റവും ബെസ്റ്റ് ടൈം വള്ളംകളിയിലെ ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്ന് കുറിച്ചാണ് ഈ 4 പേര് ഹീറ്റ്സിലേക്ക് എത്തിയത്. 4:20, 4:21, 4:21, 4:22 അങ്ങനെ ഏറ്റവും മികച്ച സമയം കുറിച്ചുകൊണ്ട് അവർ ഫൈനലിലെത്തി. അതേപോലെ ഫൈനലിന് നെഹ്റു ട്രോഫി ഫൈനലിന് ഉതകുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് അവർ കാഴ്ചവെച്ചു. അങ്ങനെ അതിഗംഭീരമായ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ പ്രേക്ഷകർക്കും ഒപ്പം ഞങ്ങൾക്കും കിട്ടി. തീർച്ചയായിട്ടും അവർ പറഞ്ഞൊരു കാര്യം കണ്ടില്ലേ, മലപ്പുറത്ത് നിന്ന് വന്ന ആളാണ് താളത്തിൽ നിന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ താളമൊക്കെ എത്ര പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആ ഒരു താളത്തിൽ ആ സിഗ്നലാണ് അല്ലെ, വള്ളം എങ്ങനെ പോകണം, എങ്ങനെ തുഴയണം. ഈ 100 തുഴക്കാരെ അല്ലെങ്കിൽ 80-90 തുഴക്കാരെ നിയന്ത്രിക്കുന്നത് ആ ശബ്ദമാണ്. നമുക്ക് BBC-യുടെ കളിക്കാരൊക്കെ അവിടെ ഉണ്ട്. അവർ ആവേശത്തോടെ കഴിഞ്ഞ കൊല്ലത്തെ ആ നെഞ്ച് തകർന്നു പോയതിന്റെ ആ ദുഃഖം മാറ്റിക്കൊണ്ട് അതൊരു ശരിക്കൊരു സങ്കടം കഴിച്ചു. അന്ന് റിപ്പോർട്ട് ചെയ്ത ശരണി അത് കണ്ടതാണ് അല്ലെ. അവരവിടെ ചെന്ന് കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പം ആ കൊഴിച്ചിൽക്കാരൻ പറഞ്ഞത് അനൗൺസ്മെന്റ് വരാൻ വൈകി. ആ തുഴഞ്ഞ ആ പുള്ളി പറഞ്ഞതുപോലെ ഇതുവരെ അതിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേകം പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു മൈക്രോ സെക്കൻഡ് വെച്ചിട്ട് നെഹ്റു ട്രോഫിയുടെ വിജയം നിശ്ചയിച്ചിട്ടേ ഇല്ലായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഒരു ജയിച്ചു എന്ന് പറഞ്ഞൊരു ടീം കയറി നിൽക്കുന്നു, എല്ലാവരും കണ്ണിൽ അവർ ജയിച്ചു എന്ന് പറയുന്നു. അവർ ഈ 4 മൈക്രോ സെക്കൻഡ് തോറ്റു എന്ന് പറയുമ്പോഴത്തേക്കും അവരാ കയറി